ഗഗനോയിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാബു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്റ്റെപ്പ് ബ്രൈറ്റ്നസ് ഉള്ള ഒരു LED എമർജൻസി ലൈറ്റാണ്. ഇതിനകത്ത് 4 ലെവൽ കൺട്രോൾ ഉണ്ട്. ഒരു മൈക്രോ സ്വിച്ച് ഉപയോഗിച്ച് നിങ്ങൾക്ക് 4 ലെവൽ ബ്രൈറ്റ്നസ് ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് ആ സർക്യൂട്ട്. ഈ സർക്യൂട്ട് എന്ന് വെച്ചാൽ CD4017 എന്ന് പറയുന്ന ഡെക്കേഡ് കൗണ്ടർ ഉപയോഗിച്ചാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇതിനകത്ത് ഔട്ട്പുട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു BD139 എന്ന് പറയുന്ന ഒരു NPN ട്രാൻസിസ്റ്ററാണ്. ഇതിൻ്റെ ഔട്ട്പുട്ടിൽ കൊടുക്കുന്ന LED എന്ന് പറഞ്ഞാൽ 4 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു 5 വാട്ടിൻ്റെ ഒരു കുഞ്ഞ് LED ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പവർ ചെയ്തേക്കുന്നത് 3.7 വോൾട്ട് ഉപയോഗിച്ചാണ് ഇതിനെ പവർ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഈ ഡെക്കേഡ് കൗണ്ടർ ഉപയോഗിച്ച് 10 ലെവൽ സ്റ്റെപ്പ് ബ്രൈറ്റ്നസ് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഞാൻ ഇതിനകത്ത് 4 എണ്ണ യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കാണാം 10ാമത്തെ പിന്ന് ഞാൻ 15th പിന്നിലോട്ടാണ് ഇട്ട് കണക്ട് ചെയ്തത്. വെച്ചാൽ റീസെറ്റ് പിന്നിലോട്ടാണ് വെച്ച് കണക്ട് ചെയ്തേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ലോ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി 18K റെസിസ്റ്റ്, അതായത് നമ്മൾ BD139ൻ്റെ ബേസിലായിട്ട് 18K, 8.2K, 3.3K, 820 ഓം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 18K ആണ് ഏറ്റവും ലോ ബ്രൈറ്റ്നസ്, 820 ഓം ആണ് ഏറ്റവും ഹൈ ബ്രൈറ്റ്നസ്. ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എത്ര ലെവൽ 10 ലെവൽ മാക്സിമം ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്കറിയാലോ ട്രാൻസിസ്റ്റർ ഒരു കറണ്ട് കൺട്രോൾഡ് ഡിവൈസ് ആണെന്ന്. അതായത് ബേസിലോട് ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് തീരുമാനിക്കുന്നത് ഈ 5 വാട്ട് LED വഴി എത്ര കറണ്ട് ഫ്ലോ ചെയ്യുന്നതെന്ന്. സർക്യൂട്ട് അസംബിൾ ചെയ്യണം ഞാൻ കാണിക്കുന്നില്ല, ഞാനിതിനെ അസംബിൾ ചെയ്തിട്ട് വരാം. കണ്ട, ഞാനിത് അസംബിൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ട്രാൻസിസ്റ്ററൊക്കെ ഞാൻ വെളിയിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. ആ ഡെക്കേഡ് കൗണ്ടർ മാത്രമാണ് ഞാൻ അസംബിൾ ചെയ്തത്. കാരണം ട്രാൻസിസ്റ്ററിന് ഹീറ്റ് സിങ്ക് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല, അത് ആവശ്യമായിട്ടുണ്ട്. കണ്ട, ഇതാണ് 5 വാട്ടിൻ്റെ LED, 4 വോൾട്ടിൽ വർക്ക് ചെയ്ത 5 വാട്ടിൻ്റെ LED. ഇത് വാങ്ങിക്കേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമേ. ഇനി നമുക്കിതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഞാനിത് ഓൺ ചെയ്യുന്നു. കണ്ടോ, ബ്രൈറ്റ്നസ് കണ്ടോ, LEDയുടെ ബ്രൈറ്റ്നസ് കണ്ടല്ലോ. ഞാൻ ഇതിനകത്ത് കണക്ട് ചെയ്തേക്കണ മൈക്രോ സ്വിച്ച് പ്രസ് ചെയ്യണ അനുസരിച്ച് അതിൻ്റെ ബ്രൈറ്റ്നസ് മാറണമുണ്ടോ. വളരെ സിമ്പിളാണ് സർക്യൂട്ട്, ഒരു കോംപ്ലിക്കേഷനും ഇല്ല. അപ്പം നമ്മുടെ സർക്യൂട്ട് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയത്. ഇത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 1N4007 ഡയോഡ് എന്തിനാണ് കണക്ട് ചെയ്തേക്കണമെന്ന് അറിയാമോ? ഇത് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ആ പിന്നുകൾ കറണ്ട് സിങ്ക് ആയിട്ട് വർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി, അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡയോഡ് യൂസ് ചെയ്തേക്കുന്നത്. ഇതാണ് BD139ൻ്റെ പിൻ ഡീറ്റെയിൽസ്. BD139ന് 1.5 ആംപിയർ മാക്സിമം ഹാൻഡിൽ ചെയ്യാൻ പറ്റും വിത്ത് ഗുഡ് ഹീറ്റ് സിങ്ക്. ഈ വെളിയിൽ കണക്ട് ചെയ്തേക്കുന്ന ട്രാൻസിസ്റ്ററും ഡയോഡും റെസിസ്റ്ററും കുന്ത്രാണ്ടങ്ങളെല്ലാം ഞാൻ എടുത്ത് PCBയിൽ കണക്ട് ചെയ്തിട്ട് വരാം. ബോക്സിനകത്ത് ഫിക്സ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം ഒരൊറ്റ PCBയിലായിരിക്കണം. എന്നാൽ ഞാനെല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ട്രാൻസിസ്റ്ററിന് ഒരു കുഞ്ഞ് ഹീറ്റ് സിങ്കും കൂടെ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഹീറ്റ് സിങ്ക് ഇത്രയും വലിയ ഹീറ്റ് സിങ്കിൻ്റെ ആവശ്യമില്ല, ഇതിൻ്റെ പകുതിയിലുള്ള ഒരു ഹീറ്റ് സിങ്ക് മതിയാവും. കാരണം എന്ന് വെച്ചാൽ 5 വാട്ടിൻ്റെ ചെറിയ LED അല്ലേ, അപ്പോൾ അത് വലുതായിട്ടൊന്നും ചൂടൊന്നും ആവില്ല. ഇനി നമുക്കിത് ഫിക്സ് ചെയ്യാൻ ഒരു ബോക്സ് വേണം. ഇത് ഞാൻ മൾട്ടിവുഡിലാണ് ഉണ്ടാക്കിയിരുന്നത്. മൾട്ടിവുഡിൽ സൂപ്പർവിസ് ഇട്ട് ഒട്ടിച്ചാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ അതുപോലെ ഇത് ചെയ്യാൻ പറ്റും. ടോപ്പിലുള്ള ഇതെന്ന് പറഞ്ഞാൽ 7 സെൻറ്റിമീറ്ററാണ്. ഇതെന്ന് പറഞ്ഞാൽ എറൗണ്ട് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 10.5 സെൻറ്റിമീറ്റർ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഹൈറ്റിൻ്റെ ആവശ്യമില്ല. 5 സെൻറ്റിമീറ്റർ വെച്ചിട്ടുണ്ട്. ഒരു 4 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതിയാവും. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഹീറ്റ് സിങ്ക് ഇത്തിരി നീളം ഹൈറ്റ് കൂടിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇത് ഹൈറ്റ് വെച്ചത്. ആ ഹീറ്റ് സിങ്ക് പകുതിയാണെങ്കിൽ അത്രയും കുറച്ച് ഹൈറ്റ് മതിയാവും. അപ്പോൾ ഇത് ഒരു സ്ലിം ആയിട്ടിരിക്കും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ BMS ആണ്. ഈ BMS ബാറ്ററി ചാർജ് ചെയ്യണം. ലിഥിയം അയോൺ ബാറ്ററിയെ ചാർജ് ചെയ്യാൻ മസ്റ്റായിട്ട് ഒരു BMS യൂസ് ചെയ്ത് തന്നെ ഉണ്ടാവണം. ഇല്ലെങ്കിലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ബാറ്ററി അടിച്ചു പോകും. മാത്രമല്ല ഈ LEDക്കും ഒരു കുഞ്ഞ് ഹീറ്റ് സിങ്ക് വേണം. കാരണം LED നമ്മൾ 4.4 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന LED ആണ്. പക്ഷേ ഫുള്ളി ചാർജ് ചെയ്തിരിക്കുന്ന ബാറ്ററി 4.2 വോൾട്ട് വരെ പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബാറ്ററിക്ക് ഒരു ഹീറ്റ് സിങ്ക് കൂടെ വേണം. പിന്നെ ഇത് മൈക്രോ സ്വിച്ച് സൈഡിലാണ് വെച്ചേക്കുന്നത്. ഓൺ ഓഫ് സ്വിച്ചും മൈക്രോ സ്വിച്ചും ഞാൻ ഈ സൈഡിൽ തന്നെ അങ്ങ് ഫിക്സ് ചെയ്തു. എല്ലാം മറ്റേ മറ്റേ ഗ്ലൂ ഗണ്ണിട്ടാണ് ഞാനിത് ഫിക്സ് ചെയ്യാൻ പോകുന്നത്.
നമ്മുടെ LED ആവശ്യമായിട്ടുള്ള ഡോമായിട്ട് അല്ലെങ്കിൽ കവറിങ്ങിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്ന സാധനം എന്ന് വെച്ചാൽ നമ്മൾ പഴയ LED ബൾബ് ഇല്ലേ 230 വോൾട്ടിൽ വർക്ക് ചെയ്യണം, അതിൻ്റെ ഡിഫ്യൂസർ എടുത്തിട്ട് അതിനെ ഇളക്കിയെടുത്തിട്ട് അതിനെയാണ് ഞാൻ വെച്ചേക്കണം. അപ്പം ബ്രൈറ്റ്നസ് ഒരല്പം കുറയും ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ ഒരു ഭംഗി കാണും. ഇത് ഈക്വലായിട്ട് എല്ലായിടത്തും ഡിവൈഡ് ചെയ്തു. കാരണം മറ്റേതാകുമ്പം ഈ സൈഡിലോട്ടൊന്നും നമുക്ക് വെളിച്ചം കിട്ടില്ല, ഇത് മുകളിലോട്ട് മാത്രമേ വെളിച്ചം കിട്ടുള്ളൂ. പക്ഷേ ഇത് യൂസ് ചെയ്യുന്ന ഒരു സൈഡിലോട്ടും കുറച്ച് വെളിച്ചം നമുക്ക് കിട്ടും. LED എന്തോന്നാലും ഒരു ഹീറ്റ് സിങ്ക് വേണം. ഞാൻ ചെറിയൊരു അലുമിനിയം ഷീറ്റാണ് എടുത്തേക്കുന്നത്. ഒരു ഹീറ്റ് സിങ്ക് പേസ്റ്റും കൂടെ അപ്ലൈ ചെയ്തിട്ട് വേണം ഫിക്സ് ചെയ്യാൻ. അത് ഗ്ലൂ ഗണ്ണിട്ട് ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിച്ച് ഫിക്സ് ചെയ്താൽ മതിയാവും. അതിന് സ്ക്രൂ ഒന്നും ആവശ്യമില്ല, കാരണം ഇത് ഇളവിയൊന്നും പോകുന്ന സാധനമല്ല. കാരണം ഗ്ലൂ സ്റ്റിക്ക് എന്ന് വെച്ചാൽ നല്ല ഇതാണ്. മാത്രമല്ല ഇത് ഭയങ്കരമായിട്ട് ചുട്ട് പഴുക്കൊന്നുമില്ല, ചെറിയ ഒരു ചൂടേ കാണുള്ളൂ. കാരണം ഈ LED ഈ 4 വോൾട്ട് 5 വാട്ടിൻ്റെ LED ഭയങ്കര സെൻസിറ്റീവാണ് ഇതിന്, കാരണം ചൂടിനോട്. കാരണം ചെറുതായിട്ടൊന്ന് ചൂട് കയറിയാൽ തന്നെ ഇതങ്ങ് അടിച്ചു പോകും. കാരണം എൻ്റെ ഒരു 3-4 അടിച്ചു പോയിട്ടുണ്ട് ഇതുപോലെ. അതുകൊണ്ടാണ് ഞാനിത് ഒരു ഹീറ്റ് സിങ്കിൽ കണക്ട് ചെയ്തത്. നല്ല ഹീറ്റ് സിങ്ക് കണക്ട് ചെയ്താൽ പ്രശ്നമൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട. ഹീറ്റ് ഡിസിപ്പേഷനൊക്കെ നന്നായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വലുത് കൊടുത്തത്. ഇത്രയും വലുതിൻ്റെ ആവശ്യമില്ല. ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്ന ഏതെങ്കിലും ഹീറ്റ് സിങ്ക്, നമ്മളെ ഈ 7805 അങ്ങനത്തെ റെഗുലേറ്ററിലൊക്കെ വെക്കുന്ന ഹീറ്റ് സിങ്ക് ഇല്ല, അതുണ്ടെങ്കിൽ അത് മതിയാവും ബാക്കിലോട്ട്. പക്ഷേ അത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പിന്നെ ഹൈറ്റ് കൂടും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വെളിയിലോട്ട് സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഷീറ്റായിട്ട് അങ്ങ് യൂസ് ചെയ്തത്. ഇത് മതി, ഇത് നന്നായിട്ട് വർക്ക് ചെയ്യും. നിങ്ങൾക്ക് ഈ സർക്യൂട്ടും പിന്നെ ഇതിനെ അസംബിൾ ചെയ്യുന്നതും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാൻ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്ത് കൊടുക്കണേ. പിന്നെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സജഷൻസോ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് എഴുതി ചോദിക്കാൻ മടിക്കല്ലേ. ഇതിൻ്റെ അസംബ്ലിങ്ങും നോർമൽ ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഇരുട്ടത്ത് ടെസ്റ്റ് ചെയ്യാം. ഇരുട്ടത്ത് ഫുൾ ബ്രൈറ്റ്നസ്സിൽ സൂപ്പറാണ് കേട്ടോ, നല്ല വെളിച്ചമാണ്, ബുക്കൊക്കെ അടിപൊളിയായിട്ട് വായിക്കാം. ലോ ബ്രൈറ്റ്നസ്സിൽ നമുക്ക് ഇത് ഒരു നൈറ്റ് ലാമ്പ് പോലെ വർക്ക് ചെയ്യാൻ പറ്റും. ബാക്കപ്പ് എന്ന് വെച്ചാൽ ഏകദേശം 7-8 മണിക്കൂറോളം ബാക്കപ്പ് ഉണ്ട് ലോ ബ്രൈറ്റ്നസ്സിൽ. പിന്നെ ഫുൾ ബ്രൈറ്റ്നസ്സിൻ്റെ തൊട്ട് താഴത്തെ ബ്രൈറ്റ്നസ്സിൽ നമുക്ക് കിച്ചണിൽ ആഹാരമൊക്കെ പാചകം ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഞാനത് മാനുവലി എൻ്റെ വീട്ടിൽ ടെസ്റ്റ് ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് സൂപ്പറാണ് കേട്ടോ, ഒരു രക്ഷയില്ല. കാരണം വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകിച്ച് അതിൻ്റെ ലോ ബ്രൈറ്റ്നസ്സിലും അതിൻ്റെ തൊട്ട് മുകളിലത്തെ ബ്രൈറ്റ്നസ്സിലും.
ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.